യുഎഇയിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് 10 ലക്ഷം ദിർഹം പിഴ ചുമത്തും. തൊഴിലുടമകളും തൊഴിലാളികളും തമ്മിൽ പാലിക്കേണ്ട നിയമ ഭേദഗതിയിലാണ് തൊഴിൽ മന്ത്രാലയം ഇക്കാര്യം പ്രഖ്യാപിച്ചത്. പുതിയ വ്യവസ്ഥകൾ പ്രകാരം വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലിയെടുപ്പിക്കുക, തൊഴിലാളികളുടെ അവകാശം നൽകാതെ ബിസിനസ് അവസാനിപ്പിക്കുക, പ്രായപൂർത്തിയാകാത്തവരെ ജോലിക്ക് നിയമിക്കുക, വ്യാജ സ്വദേശീവൽക്കരണം തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് 10 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്താം. സാമ്പത്തിക സുരക്ഷയ്ക്ക് നിയമ ഭേദഗതിയുമായി യുഎഇ. കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നതിനും തീവ്രവാദത്തിനുമെതിരെയുള്ള നിയമം കർശനമാക്കുന്നതിന് പ്രത്യേക ദേശീയ സമിതി രൂപീകരിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദത്തിന് ധനസഹായം എന്നിവയ്ക്കുള്ള മേൽനോട്ടത്തിനായി സുപ്രീം കമ്മിറ്റിയുടെ രൂപീകരണവും ഇതിൽ ഉൾപ്പെടുന്നു. ദേശീയ സമിതി നടപ്പാക്കുന്ന നടപടികൾ സുപ്രീം കമ്മിറ്റി വിലയിരുത്തും. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, തൊഴിലുടമകൾ എന്നിവർക്ക് നേരിട്ട് സന്ദർശിക്കാതെ തൊഴിൽ മന്ത്രാലയത്തിന് പരാതി നൽകാം. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ്, ആപ്പ്, 80084 എന്ന നമ്പർ എന്നിവയിലൂടെ പരാതിക്കാർക്ക് നേരിട്ട് ബന്ധപ്പെടാം. പരാതി ലഭിച്ചാൽ 14 ദിവസത്തിനകം അന്വേഷണം ആരംഭിക്കും. 50,000 ദിർഹത്തിന് മുകളിൽ ക്ലെയിം വരുന്ന കേസുകൾ കോടതിയിലേക്ക് മാറ്റും. ലോകത്തിലെ ഏറ്റവും വലിയ ടെക് ഷോ ജൈടെക്സ് ഗ്ലോബലിന്റെ 44ാമത് എഡിഷൻ ഒക്ടോബർ 14 മുതൽ 18 വരെ ദുബായിൽ നടക്കും. ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ, ദുബായ് ഹാർബർ എന്നിങ്ങനെ 2 പ്രധാന വേദികളിലാണ് ജൈടെക്സ് ഗ്ലോബൽ സംഘടിപ്പിക്കുന്നത്. 40ഓളം എക്സിബിഷൻ ഹാളുകളിലാണ് ഷോ നടക്കുക. 180 രാജ്യങ്ങളിൽ നിന്നായി 6000-ത്തിലധികം കമ്പനികളാണ് ഇത്തവണ ഗ്ലോബൽ ജൈടെക്സിൽ പങ്കെടുക്കുന്നത്. കുട്ടികളെ വാഹനത്തിൽ ഒറ്റയ്ക്കിരുത്തി ലോക്ക് ചെയ്ത് പോകരുതെന്ന മുന്നറിയിപ്പുമായി ദുബായ് പോലീസ്. വാഹനം ലോക്ക് ചെയ്യുന്നതിന് മുൻപ് എല്ലായ്പ്പോഴും പിൻസീറ്റുകൾ 2 തവണ പരിശോധിക്കണമെന്നും പോലീസ് വ്യക്തമാക്കി. കുട്ടികളെ അശ്രദ്ധയോടെ വാഹനങ്ങളിലിരുത്തിയാൽ 5000 ദിർഹം വരെ പിഴയും ജയിൽ ശിക്ഷയും ഉണ്ടാകുമെന്നും ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. ആകാശത്ത് വർണ്ണക്കാഴ്ചയൊരുക്കി യുഎഇയിൽ ഇന്ന് ഉൽക്കാവർഷം ദൃശ്യമാകും. വർഷം തോറും പെയ്തിറങ്ങുന്ന പെഴ്സീഡ്സ് ഉൽക്കകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ പുലർച്ചെ 3 മണിവരെ ആകാശത്ത് ദൃശ്യമാകും. മണിക്കൂറിൽ 50 മുതൽ 100 ഉൽക്കകൾ വരെയാണ് കാണാൻ സാധിക്കുക. ഭൂമിയിൽ എല്ലായിടത്തും ഈ ഉൽക്കാവർഷം ദൃശ്യമാകുമെന്നാണ് വിലയിരുത്തൽ. ഷാർജ മെലിഹ ക്യാമ്പ് സൈറ്റിൽ ഉൽക്കാവർഷം കാണാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ചാലിയാറിൽ നടത്തുന്ന തെരച്ചിൽ അവസാനിപ്പിച്ചു. NDRF, അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ് സേന, പോലീസ്, വനംവകുപ്പ് എന്നിവർ ചേർന്നാണ് ചാലിയാറിൽ തെരച്ചിൽ നടത്തിയത്. 60 അംഗ സംഘമായിരുന്നു തെരച്ചിൽ ദൌത്യത്തിനെത്തിയത്. ചാലിയാറിലെ ഇരുട്ടുകുത്തി, കെട്ടുപാറ എന്നിവിടങ്ങളിൽ നിന്നായി ഇന്ന് ഒരു മൃതദേഹവും 2 ശരീരഭാഗങ്ങളും ലഭിച്ചു.